ഇന്നേ ദിവസം തിരുസഭ അനുസ്മരിക്കുന്ന പ്രധാന വിശുദ്ധർ: ഒന്നാമതായി വിശുദ്ധ 9-ാം ലൂയി രാജാവ്. ജീവിതകാലം 1205 മുതൽ 1270 വരെ. റീംസിൽ ഞാൻ കിരീടമണിഞ്ഞു. ഭൗമിക അധികാരത്തിന്റെ ചിഹ്നമായിരുന്നു അത്. പൂവാസിൽ വെച്ച് ജ്ഞാനസ്നാനം വഴി ഞാൻ ദൈവത്തിന്റെ ശിശുവായി. ഭൗമിക പ്രതാപത്തെ അപേക്ഷിച്ച് എത്ര നിസ്തുലമാണ് ഈ ഭാഗ്യം! ഫ്രാൻസിലെ 9-ാം ലൂയിസ് രാജാവ് തന്റെ ജ്ഞാനസ്നാനത്തെപ്പറ്റി പറഞ്ഞ വാക്കുകളാണിവ. ലൂയിക്ക് 12 വയസ്സുള്ളപ്പോൾ പിതാവ് മരിക്കുകയും ലൂയിയുടെ നാമത്തിൽ അമ്മ ബ്ലാഞ്ചിയ രാജ്ഞി രാജ്യഭരണം ഏറ്റെടുക്കുകയും ചെയ്തു. രാജ്ഞി മകനോട് പറഞ്ഞു, ഒരമ്മയ്ക്ക് കഴിവുള്ളിടത്തോളം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എന്നാൽ നീ ഒരു ചാവുദോഷം ചെയ്തു കാണുന്നതിനേക്കാൾ എനിക്കിഷ്ടം നീ മരിച്ച് എന്റെ പാദങ്ങളിൽ വീഴുകയാണ്. 19-ാമത്തെ വയസ്സിൽ പ്രൊവിൻസിലെ മാർഗരറ്റിനെ ലൂയി വിവാഹം കഴിച്ചു. അവർക്ക് 11 മക്കളുണ്ടായി. അവരുടെ സന്തതികളാണ് 1793 വരെ ഫ്രഞ്ച് സിംഹാസനം അലങ്കരിച്ചിട്ടുള്ളത്. 21-ാമത്തെ വയസ്സിൽ ലൂയി ഭരണം നേരിട്ടെടുത്തു. അധിക പലിശയും ദൈവദൂഷണവും ലൂയി നിയമവിരുദ്ധമാക്കി. സമ്പന്നർ ദരിദ്രരെ ദ്രോഹിക്കാതിരിക്കാൻ വേണ്ട ചട്ടങ്ങളും ഉണ്ടാക്കി. ദിവസം തോറും രാജാവ് ഒന്നിലധികം ദിവ്യപൂജ കാണുമായിരുന്നു. രാത്രി ഏതാനും സമയം വിശുദ്ധ കുർബാനയെ ആരാധിക്കുകയും ദിവ്യകാരുണ്യ സ്വീകരണ ശേഷം മുട്ടിന്മേൽ നിന്ന് ദീർഘനേരം കൃതജ്ഞത പ്രകാശിപ്പിക്കുകയും ചെയ്തിരുന്നു. ആശ്രമങ്ങൾക്കും ദൈവാലയങ്ങൾക്കും വളരെയേറെ സഹായം ചെയ്തിട്ടുണ്ട്. രാജാവിന്റെ വിശുദ്ധി അദ്ദേഹത്തെ വിഷാദപ്രിയനാക്കിയില്ല. പ്രഭുക്കന്മാരെ സൽക്കരിക്കുമ്പോൾ അവർക്ക് വീഞ്ഞും നല്ല വിഭവങ്ങളും നൽകിയിരുന്നു. 1242 അദ്ദേഹം ജെറുസലേമിലെത്തി വിശുദ്ധ സ്ഥലങ്ങൾക്കായി അടരാടി കാരാഗ്രഹം വരിച്ചു. നാട്ടുകാർ ഒരു വലിയ സംഖ്യ കൊടുത്താണ് സ്വാതന്ത്ര്യം നേടിയത്. ക്രിസ്തുവർഷം 1270 വീണ്ടും കുരിശുയുദ്ധത്തിന് പുറപ്പെട്ടു. എന്നാൽ ട്യൂണിസിൽ വെച്ച് ടൈഫോയിഡ് പനി പിടിപെട്ട് 44-ാമത്തെ വയസ്സിൽ രാജാവ് ദിവംഗതനായി. കർത്താവെ, അങ്ങയുടെ തൃക്കരങ്ങളിൽ എന്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ അന്തിമ വചസ്സുകൾ. വിചിന്തനം: ലൂയി രാജാവ് ഫിലിപ്പ് രാജകുമാരനോട് പറഞ്ഞ വാക്കുകൾ: മകനെ, സർവോപരി നീ ദൈവത്തെ സ്നേഹിക്കുക. തന്റെ ഇഷ്ടം നിറവേറ്റുന്നതിന് അവിടുന്ന് നിനക്ക് കൃപാവരം നൽകട്ടെ. ഇന്ന് അനുസ്മരിക്കുന്ന രണ്ടാമത്തെ വിശുദ്ധൻ വിശുദ്ധ ജോസഫ് കലസാൻസ്. ജീവിതകാലം 1556 മുതൽ 1648 വരെ. സ്പെയിനിൽ കലസാൻസ എന്ന പ്രദേശത്ത് ജനിച്ച ജോസഫ് തത്വശാസ്ത്രവും കാനൺ നിയമവും ദൈവശാസ്ത്രവും പഠിച്ചു. 27-ാമത്തെ വയസ്സിൽ വൈദികനായി. പല പരിഷ്കാരങ്ങളും സ്വദേശത്ത് വരുത്തിക്കൊണ്ടിരിക്കവേ ഒരാന്തരിക സ്വരം അദ്ദേഹത്തെ റോമയിലേക്ക് വിളിക്കുന്നതുപോലെ തോന്നി. താനും കുറേയേറെ മാലാഖമാരും ചേർന്ന് വളരെയേറെ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു കാഴ്ചയുണ്ടായി. റോമയിൽ എത്തിയപ്പോൾ ദരിദ്രരുടെ കുട്ടികളുടെ അജ്ഞതയും തിന്മകളും കണ്ട് വികാരഭരിതനായി. പലരുടെയും സഹകരണത്തോടുകൂടെ പ്രതിഫലം വാങ്ങിക്കാതെ കുട്ടികളെ പഠിപ്പിക്കുവാൻ തുടങ്ങി. അജിരേണ ഭക്തിപൂർവകമായ പള്ളിക്കൂടങ്ങൾക്കായുള്ള വൈദികരുടെ ഒരു സഭ, ക്ലർക്സ് റെഗുലർ ഓഫ് പയസ് സ്കൂൾസ്, രൂപവൽകൃതമായി. പിയാറിസ്റ്റസ് എന്നും അവർക്ക് പേരുണ്ട്. ഓരോ പാഠവും പ്രാർത്ഥന കൊണ്ട് ആരംഭിച്ചു വന്നു. അരമണിക്കൂർ ഇടവിട്ട് വിശ്വാസത്തിന്റെയും ശരണത്തിന്റെയും സ്നേഹത്തിന്റെയും പ്രകരണങ്ങൾ ചൊല്ലിയിരുന്നു. അവസാനം ക്രിസ്തുമത പഠനവും. ക്ലാസ് കഴിയുമ്പോൾ കുട്ടികളെ വീട്ടിലെത്തിച്ചിരുന്നു. ക്രമേണ അദ്ദേഹത്തിന് ശത്രുക്കളുണ്ടായി. ഫാദർ ജോസഫ് ജയിലിൽ അടയ്ക്കപ്പെടാൻ പോലും ഇടയായി. രോഗങ്ങളും ശല്യപ്പെടുത്തി. എങ്കിലും ക്ഷമയ്ക്ക് കുറവൊന്നും വന്നില്ല. 92-ാമത്തെ വയസ്സിലാണ് മരിച്ചത്. വിചിന്തനം: വിശുദ്ധ ജോൺ വിയാനിയുടെ വാക്കുകൾ: എന്റെ മക്കളെ, ക്രിസ്ത്യാനികളിൽ അധികം പേരും നശിക്കുന്നത് വിദ്യാഭ്യാസമില്ലാഞ്ഞിട്ടാണ്. അവർക്ക് അവരുടെ മതത്തെപ്പറ്റി ശരിയായൊന്നും അറിഞ്ഞുകൂടാ.